എന്നാലും എൻ്റെ ഒരു ധൈര്യമേ സ്വന്തമായിട്ട് പൊക്കി പറഞ്ഞതാണെങ്കിലും സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെഹ്റിലെ ഈ മിസൈലും യുദ്ധങ്ങളിലൊക്കെ ഇടയ്ക്ക് ഒരു മൂവി കാണാനുള്ള മൈൻഡ് അതെങ്ങനെ എനിക്ക് സെറ്റായെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു മൂവി കാണാനായിട്ട് ആഗ്രഹിച്ച് വന്നേക്കുകയാണ് കേട്ടോ. അതും നമ്മുടെ സീഫ് മാളിലെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സമയം 9:30 നമ്മുടെ മൂവി 10:00 കേട്ടോ. അപ്പം ഞാനിവിടെ വന്നപ്പോഴേ എനിക്കെന്തോ ഒരു പന്തികേട് ചെറുതായിട്ട് തോന്നി. കാരണം ടിക്കറ്റ് എടുത്ത ടൈമിൽ ആരെയും കണ്ടില്ല കേട്ടോ. ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 9:30 ആയുള്ളൂ, 10:00 ആകുമ്പോഴല്ലേ മൂവി, അപ്പോഴേക്കും ആളുകൾക്ക് വരുമായിരിക്കും, നേരത്തെ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചൊന്ന് സെറ്റായിട്ടിരിക്കാം, സമയമുണ്ടല്ലോ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ തിരിച്ചു വീണ്ടും ഇവിടെ വന്നപ്പോഴേക്കും ഒരു 10 മിനിറ്റ്സ് കൂടെ ബാക്കിയുണ്ട്. അപ്പോഴും ആളുകളെ ആരും കാണുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് നടന്ന് കറങ്ങി ഇറങ്ങിയൊക്കെ ഒന്ന് സമയമൊക്കെ ജസ്റ്റ് സ്പെൻഡ് ചെയ്തു കേട്ടോ ആ ടൈം വരെ. എന്നിട്ട് ഞാൻ മൂവി കാണാൻ കയറിയപ്പോഴല്ലേ അറിഞ്ഞത് ഞങ്ങളല്ലാണ്ട് യാതൊരു മനുഷ്യനും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഒരു തിയേറ്റർ ഫുള്ളായിട്ട് എടുത്തിട്ട് കാണുന്ന പോലെ ഫീലാണ് തോന്നിയത്. ഭയങ്കര റിച്ച് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ശുങ്കും കൂടെ ആ മൂവി ഫുള്ള് അവിടെ ഇരുന്ന് കണ്ടു കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. മൂവി എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, പക്ഷെ നമ്മുടെ കിളി പോകും കേട്ടോ. അതുപോലൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അത്. ആ മൂവി കണ്ടാലേ അറിയുള്ളൂ കേട്ടോ. ഞങ്ങൾ മൂവി കാണുന്നതിൻ്റെ ഇടയ്ക്കും മിസൈലൊക്കെ പോകുന്നുണ്ട്, അലേർട്ടൊക്കെ ഫോണിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഇത് ഫോണിൽ കേട്ട് നമുക്കിപ്പോൾ വലിയ വിഷയമില്ല, കാരണം മൈൻഡ് ആക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മൂവിയെല്ലാം കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാവേ.